വെൽക്കം ടു ഓൾ. നമ്മളിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, അതായത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള റൂൾസൊക്കെ കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മൾക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടില്ലെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ ദ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ആൻഡ് ഫോർ അസർട്ടൈനിങ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ വി ഹാവ് ടു പ്രിപ്പയർ ദ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് ആ പ്രോബ്ലം നോക്കാം. എ ട്രേഡർ ഹാസ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്, ബട്ട് from the following details you are required to ascertain profit or loss made by him during the year ended 31st December 2019 and the statement of 2019. Prepare statement of his affairs and statement of profit and ലോസ് അക്കൗണ്ട്. സോ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും വേണം. വി ഹാവ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്ക് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കുറച്ച് അസറ്റ്സിൻ്റെയും ലൈബിലിറ്റീസിൻ്റെയും ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വി ഹാവ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ നമുക്ക് ആസ് ഓൺ 31/12/2018 ഉണ്ട്, ആസ് ഓൺ 31/12/2019 ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് 31st December 2019 അതായത് 31/12/2019. സോ നമ്മുടെ ഓപ്പണിംഗ് ഫിഗേഴ്സാണ് 2018 അവസാനിക്കുമ്പോൾ ഉള്ള അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2019 തുടങ്ങുമ്പോൾ ഉള്ള ഇൻഫോർമേഷൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ അതാണ് 31/12/2018 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2019 തുടങ്ങുമ്പോൾ ഉള്ള അസറ്റ്സിൻ്റെ എന്താണ് പൊസിഷനാണ് ഈ 31/12/18. ഇനി 31/12/19 തന്നിരിക്കുന്നത് എന്തായിരിക്കും? 2019 അവസാനിക്കുമ്പോഴുള്ള അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ പൊസിഷനാണ്. അപ്പോൾ സോ നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ്. അപ്പോൾ നമുക്ക് ആസ് ഓൺ 31/12/2018 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇൻഫർമേഷൻസ് ആണ്. മറ്റേത് ക്ലോസിംഗ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് 700, 850, ക്യാഷ് അറ്റ് ബാങ്ക് 2500, 3000. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് അസറ്റ്സിൻ്റെയും കുറച്ച് ലൈബിലിറ്റീസിൻ്റെയും ഇൻഫോർമേഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഇയർ the trader has withdrawn 2000 per month to meet his family obligation. അത് ഫാമിലി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് ആൻ പേഴ്സണൽ എക്സ്പെൻസ്. സോ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷന് വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഡ്രോയിങ്സ് ആണ്. അതെങ്ങനെയാണ്? 2000 പെർ മന്ത് ആണ്. ഓരോ മാസവും ഹി വിഡ്രോൺ 2000. ഇനി ഡിപ്രീഷിയേറ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി അറ്റ് 10% ഓൺ ആവറേജ് ബേസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 10% ആണ്. അപ്പോൾ 10% ഓൺ ആവറേജ് ബേസിസ് ആണ്. ഓൺ ആവറേജ് ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇവിടെ പ്ലാന്റ് ആൻഡ് മിഷനറി ഓപ്പണിംഗ് എന്ന് പറയുന്നത് 80,000 ആണ്. ക്ലോസിംഗ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്രയാണ്? 1 lakh + 80,000 ഡിവൈഡഡ് ബൈ 2, അതായത് 90,000. സോ ഓപ്പണിംഗ് ഫിഗറിൻ്റെയും ക്ലോസിംഗ് ഫിഗറിൻ്റെയും ആവറേജ് എന്നതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺ ആവറേജ് ബേസിസിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ആ ആവറേജ് വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അറ്റ് 5% ഓൺ ആവറേജ് ബേസിസ്. അതുപോലെ എന്താണ്? ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? 5% ഓൺ ആവറേജ് ബേസിസിലാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ എത്രയാണ്? ഓപ്പണിംഗ് 30,000, ക്ലോസിംഗിലെ വാല്യൂ 25,000. സോ ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ 55,000, അതായത് 30,000 + 25,000/2, അതായത് 55,000/2, ഏകദേശം
55,000/2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 27,000 സംതിങ് ആണ് വരിക. സോ ആ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ആസ് റിഗാർഡ് ഡെപ്റ്റേഴ്സ് ഇറ്റ് ഈസ് അസർട്ടൈൻ ദാറ്റ് 1,000 ആർ ഇറിക്കവറബിൾ. അതായത് ഡെപ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് എന്താണ്? 1,000 ആർ ഇറിക്കവറബിൾ. 1,000 നമുക്ക് കിട്ടില്ല. ഇറ്റ് വാസ് നമ്മൾ പറയില്ല ബാഡ് ഡെപ്റ്റ് എന്ന്, അതാണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് 1000 ആണ് ഡെപ്റ്റേഴ്സിൽ. ആൻഡ് പ്രൊവിഷൻ ഓഫ് 2,000 ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ 1000 രൂപ കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഒരു 2% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്കൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യലും P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യലും പോസിബിൾ അല്ല. സോ നമ്മൾ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കീഴിലുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. സോ നമുക്കറിയാം നമ്മളോട് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? വി ഹാവ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. സോ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം വി നീഡ് ദ ഇൻഫോർമേഷൻ ഓഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. സോ നമുക്കിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലിനെയും കുറിച്ചിട്ടുള്ള ഡയറക്റ്റ് ഇൻഫോർമേഷൻ തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വർക്കൗട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ കൊല്ലത്തിൻ്റെ അവസാനം, അതായത് 2019 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 2018 അവസാനിക്കുന്ന ആ ക്ലോസിംഗ് ആണല്ലോ 2019 ഓപ്പണിംഗ് ആവും. അപ്പോൾ ആ ഓപ്പണിങ്ങിലെ ഫിഗറുകൾ ഉപയോഗിച്ചിട്ട് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ് ആണ് എന്ത്? ക്യാപിറ്റൽ. അപ്പോൾ ഉള്ള അസറ്റ്സും ഉള്ള ലൈബിലിറ്റീസും വെച്ചിട്ട് വി ഹാവ് ടു അസർട്ടൈൻ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. സോ നമ്മൾ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs ഓൺ 31/12/2019, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ 2018 ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs, അതായത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയാം ലൈബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. അപ്പോൾ നോക്കി നോക്കൂ, ഓപ്പണിങ്ങിൽ ലൈബിലിറ്റീസ് ആദ്യത്തെ നമ്മുടെ കോളം ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി ഏതൊക്കെ തന്നിട്ടുണ്ട്? ക്യാഷ് ഇൻ ഹാൻഡ്, അത് അസറ്റ്സാണ്. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് അസറ്റാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതായത് 15,000. സോ ലൈബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 15,000. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റാണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അസറ്റ്സ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് സൈഡിലേക്ക് പോയി. അസറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ്? അസറ്റ് സൈഡിൽ നോക്കുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് 700, അതെഴുതി. ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട് 2,500, അതെഴുതി. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട് എന്താണ്? 25,000, അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട് 30,000, അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. പിന്നെ വരുന്നത് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട് 15,000, അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. സൺട്രി ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആണ്, നമ്മളത് ഓൾറെഡി റെക്കോർഡ് ചെയ്തു. സോ അസറ്റ്സ്. പിന്നെ എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് 80,000, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 30,000. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം തോന്നാം, എന്താണ് ഡിപ്രീസിയേഷൻ കൊടുക്കണ്ടേ എന്നുള്ളത്. ഇതെന്താണ്? നമുക്ക് അവസാനം, അതായത് കഴിഞ്ഞ കൊല്ലം അവസാനിക്കുമ്പോൾ ഉള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ ആണ്. അതായത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, കഴിഞ്ഞ കൊല്ലം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടാവുമല്ലോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും. സോ അത് ഓൾറെഡി ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്താണ്. നമ്മളത് ജസ്റ്റ് ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് എടുക്കുന്നുണ്ടേ ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിലും ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOsലും അതുപോലെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOsലും നമ്മൾ എന്ത് ചാർജ് ചെയ്യേണ്ട? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട. ബിക്കോസ് അത് ഓൾറെഡി ചാർജ്ഡ് ആണെന്നാണ് ഒരു അസംഷൻ. പക്ഷേ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിന് എന്താണ്? കഴിഞ്ഞ കൊല്ലം അവസാനം ഉണ്ടായിരുന്ന ഫിഗർ നമ്മൾ ഉപയോഗിച്ചിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സോ അത് ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ
പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000, ഫർണിച്ചർ 30,000. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് അസറ്റ് സൈഡിലുള്ളത്. ലൈബിലിറ്റീസ് ആയിട്ട് ഒരെണ്ണേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ബാലൻസ് ചെയ്യാം. അപ്പോൾ അസറ്റ്സിൻ്റെ ടോട്ടൽ 1,68,200 ആണ് വരിക. 700 പ്ലസ് 2,500 പ്ലസ് 25,000 പ്ലസ് 30,000 പ്ലസ് 80,000 പ്ലസ് 30,000, 1,68,200. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 15,000 ആണുള്ളത്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും, 1,53,200. അപ്പോൾ അസറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ക്യാപിറ്റൽ. സോ ബാലൻസിങ് ഫിഗർ ആണ് എന്ത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഓപ്പണിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്താണ് നമ്മുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നത് ഉപയോഗിച്ചിട്ട് വി ഹാവ് ടു പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ ഓപ്പണിംഗ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ്സും ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലൈബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആസ് 1,53,200. ഇനി നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണം, ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. സോ ഇവിടെ നമുക്ക് ക്ലോസിങ്ങിലുള്ള ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് 2019 അവസാനിക്കുമ്പോൾ ഉള്ള അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുക, ലൈബിലിറ്റി നമുക്ക് ഒരേ ഒരെണ്ണേ ഉള്ളൂ. എത്രയാണ്, 12,000. ക്ലോസിംഗ് ആയിട്ട് വരുമ്പോൾ സോറി ഫോർ ദാറ്റ്, ക്ലോസിങ് എത്രയാണ്, ലൈബിലിറ്റീസ് 12,000 ആണ്. ഇനി വേറെ ലൈബിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ക്ലോസിങ് അതെഴുതി 12,000. പിന്നെ ക്ലോസിങ്ങിൽ തന്നിരിക്കുന്ന അസറ്റ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് 850, ക്യാഷ് അറ്റ് ബാങ്ക് 3,000, എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് 30,000, സൺട്രി ഡെപ്റ്റേഴ്സ് 40,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 25,000. അപ്പോൾ ക്ലോസിങ്ങിലുള്ള അസറ്റ്സും ലൈബിലിറ്റീസും നമ്മൾ എടുത്തെഴുതി. നമുക്കറിയാം ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആണ്. സോ എന്താണ്, ക്ലോസിംഗ് അസറ്റ്സിൻ്റെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 850 പ്ലസ് 3,000 പ്ലസ് 30,000 പ്ലസ് 40,000 പ്ലസ് 1 lakh പ്ലസ് 25,000, അതായത് 1,98,850 ആണ്. അപ്പം അതേ മൈനസ് എന്താണ് ബാലൻസിങ് ഫിഗർ 12,000. സോ ക്യാപിറ്റൽ എത്ര കിട്ടും, 1,86,850 ആണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് മൈനസ് ലൈബിലിറ്റി, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ എന്ന്. നമ്മളത് ടോട്ടൽ ചെയ്തു. സോ വി വിൽ ഗെറ്റ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആസ് 1,53,200, ക്ലോസിംഗ് ക്യാപിറ്റൽ ആസ് 1,86,850. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനോ എന്തില്ല, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പെർഫോമയിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിന് വി വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്, 1,86,850 ആണ് എന്ത്, ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കത് ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി. നമുക്കറിയാം എന്താണ്, വി വിൽ ആഡ് ദ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ എൻ്റർപ്രണർ. അപ്പോൾ ഡ്രോയിങ്സ് ഉണ്ടോയെന്ന് ക്വസ്റ്റ്യനിൽ നോക്കാം. നോക്കി നോക്കുക ഇല്ലേ, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കുമ്പോഴാണ് നമുക്കതിനുള്ളത് അറിയാം. ഡ്യൂറിങ് ദ ഇയർ ദ ട്രേഡർ ഹാസ് വിഡ്രോൺ 2,000 per month to meet his family obligation. അതായത് 2,000 per month എന്താണ്, ഡ്രോയിങ്സ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അത് ഓരോ മാസവും 2,000 രൂപ അയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡ്രോയിങ്. സോ അപ്പോൾ ഒരു കൊല്ലം എത്ര മാസം ഉണ്ട്, 12 മാസം ഉണ്ട്. അപ്പോൾ 2,000 ഇൻറ്റു 12 ആണ് ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് വരിക. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
ആഡ് ഡ്രോയിങ്സ് എത്ര വരിക 2000 ഇൻറ്റു 12 24,000. സോ നമുക്ക് എത്ര കിട്ടും 2,10,815 ആണ് കിട്ടുക. 1,86,850 പ്ലസ് 24,000 എന്ന് പറയുന്നത് എത്രയാണ് 2,10,850 ആണ്. ഇനി നമുക്കറിയാം നമ്മളിനി എന്താ ചെയ്യാറ്, ഇതിന്ന് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് കുറച്ചിട്ടാണ് അഡ്ജസ്റ്റഡ് ക്ലോസിങ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാറ്. അങ്ങനെ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ടോ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി അറിയാം അവിടെ ഫ്രഷ് ക്യാപിറ്റൽ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ എന്താണ്, അതന്നെയാണ് നമ്മുടെ അഡ്ജസ്റ്റഡ് ക്ലോസിങ് ക്യാപിറ്റൽ, വേറെ ഐറ്റംസ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റഡ് ക്ലോസിങ് ക്യാപിറ്റലിന് വി വിൽ ലെസ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലിന് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് 1,53,200. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിന് 1,53,200 കുറച്ചു. സോ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് 2,10,850 മൈനസ് 1,53,200 57,650 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റിൽ നമുക്ക് അഡീഷണൽ എക്സ്പെൻസിൻ്റെയോ ഇൻകത്തിൻ്റെയോ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിഡക്റ്റ് ദ എക്സ്പെൻസസ് ആൻഡ് ആഡ് ദ ഇൻകം. ഇവിടെ അങ്ങനെ വല്ല എക്സ്പെൻസസ്, അതായത് ഡിപ്രീസിയേഷനോ ബാഡ് ഡെപ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. അതൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരിക. നോക്കി നോക്കൂ, വായിച്ചു നോക്കൂ. ഡിപ്രീഷിയേറ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി 10% ഓൺ ആവറേജ് ബേസിസ് എന്ന് പറയുന്നുണ്ട്. അതായത് വി ഹാവ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മിഷനറി ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അറ്റ് 5% ഓൺ ആവറേജ് ബേസിസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ 2 ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞേക്കണേ, പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ മുകളിൽ ആവറേജ് ബേസിസിലാണ് 10%. അപ്പോൾ പ്ലാന്റ് ആൻഡ് മിഷനറി ഓപ്പണിംഗ് എത്രയാണ് 80,000 ആണ് വാല്യൂ, ക്ലോസിങ് 1 lakh ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ 1 lakh പ്ലസ് 80,000 ഡിവൈഡഡ് ബൈ 2 90,000 ആണ് നമ്മൾ പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ വാല്യൂ ആയിട്ട് എന്തിനു വേണ്ടി എടുക്കുന്നത്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ഡിപ്രീസിയേഷൻ ഈസ് ഓൺ ആവറേജ് ബേസിസ്. സോ 80,000 പ്ലസ് 1 lakh ഡിവൈഡഡ് ബൈ 2 90,000 ആണ് പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക 90,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് 10% ആണ്. 90,000 ഇൻറ്റു 10/100 എത്രയാണ് 9,000 ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അതാണ് ആദ്യത്തെ എക്സ്പെൻസ് 9,000 ആണ്. ഇനി നമുക്കറിയാം ഒരു ഡിപ്രീസിയേഷനും കൂടി ഉണ്ട്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്. അതെന്താണ് 5% ഓൺ ആവറേജ് ബേസിസിലാണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് എത്രയാണ് 30,000 ആണ് ഓപ്പണിങ്ങിൻ്റെ വാല്യൂ, ക്ലോസിങ്ങിൽ 25,000 ആണ്. അപ്പോൾ 30,000 പ്ലസ് 25,000 അതായത് 55,000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരിക, 2 4 7 14 2 10 അതായത് 27,500 ആണ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ ആവറേജ് വാല്യൂ കിട്ടുക. 30,000 പ്ലസ് 25,000 ഡിവൈഡഡ് ബൈ 2 അതായത് 55,000 ഡിവൈഡഡ് ബൈ 2 ആണ് കിട്ടുക. അപ്പോൾ 27,500 ആണ് ആവറേജ് വാല്യൂ കിട്ടുക. അതിൻ്റെ 5% ആണ് ഡിപ്രീസിയേഷൻ. 27,500 ഇൻറ്റു 5/100 ചെയ്താൽ വി വിൽ ഗെറ്റ് 1,375. അപ്പോൾ 2 ഡിപ്രീസിയേഷനായി. ഇനി ക്വസ്റ്റ്യൻ വായിക്കുക, വേറെ വല്ല എക്സ്പെൻസും ഉണ്ടോ എന്ന് നോക്കി നോക്കൂ. ആസ് റിഗാർഡ് ഡെപ്റ്റേഴ്സ് ഇറ്റ് ഈസ് എസർട്ടൈൻഡ് ദാറ്റ് 1,000 ആർ ഇറിക്കവറബിൾ. അതായത് 1000 രൂപ ഇറിക്കവറബിൾ ആണ്. അപ്പോൾ എന്താണ് ബാഡ് ഡെപ്റ്റ്, നമ്മൾ ആ ഫോർമാറ്റ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് ഒക്കെ വി ഹാവ് ടു ഡിഡക്റ്റ് ഫ്രം ദ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ എത്രയാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 1000 രൂപയാണ്. ബാഡ് ഡെപ്റ്റ് 1000 രൂപ. ഇനി എന്താണ്
ആൻഡ് എ പ്രൊവിഷൻ ഫോർ 2% ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. ബാഡ് ഡെപ്റ്റ് 1000 രൂപയുണ്ട്, അതിന് പുറമെ എന്തുണ്ട്, ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റേഴ്സ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ്, നമ്മൾ ആദ്യം എന്തെടുക്കും, എന്താണ്, ഡെപ്റ്റേഴ്സ് മൈനസ് ബാഡ് ഡെപ്റ്റ്, അപ്പോൾ വി വിൽ ഗെറ്റ് ദ സൺട്രി ഡെപ്റ്റേഴ്സ്. അതായത് എന്താണ്, ഡെപ്റ്റേഴ്സ് മൈനസ് ബാഡ് ഡെപ്റ്റ് ആണ് സൺട്രി ഡെപ്റ്റേഴ്സ്. ആ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെടുക്കുക, നമ്മൾ 19 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് എന്താണ്, അവസാന വാല്യൂ, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ. അപ്പോൾ നമ്മളെന്താണ്, സൺട്രി ഡെപ്റ്റേഴ്സ് 40,000, 19ൻ്റെ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ പറയണത് 40,000 ആണ്. അതിലെന്താണ് 1000 രൂപ എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. സോ 40,000 മൈനസ് 1000 എത്രയാണ്, 39,000. അപ്പം അതാണ് എന്ത്, സൺട്രി ഡെപ്റ്റേഴ്സ്. ആ 39,000ൻ്റെ മുകളിലാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ്, 39,000 ഇൻറ്റു 2/100 എത്ര വരിക, 780 ആണ് വരിക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കൊമേഴ്സ് പഠിച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിലാക്കാൻ. അതെങ്ങനെയാണ്, നമ്മൾ ഡെപ്റ്റേഴ്സ് ലെസ് ബാഡ് ഡെപ്റ്റ്, അപ്പോൾ വി വിൽ ഗെറ്റ് ദ സൺട്രി ഡെപ്റ്റേഴ്സ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഡെപ്റ്റേഴ്സ് എത്രയാണ്, 40,000 ആണ് 2019 എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെപ്റ്റേഴ്സ്. അപ്പോൾ നമ്മളതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ്, അതിൽ 1000 രൂപ ഇറക്കവറബിൾ ആണെന്ന്. സോ എത്രയാണ് ഫൈനൽ ഡെപ്റ്റേഴ്സ് 19 39,000 ആണ്. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 2% ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 39,000 ഇൻറ്റു 2/100. സോ എത്ര വരിക, 780. അപ്പം അത് നമ്മൾ കുറയ്ക്കണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 780. വേറെ എക്സ്പെൻസുകളൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നോർമലി നിങ്ങൾക്ക് എല്ലാ എക്സ്പെൻസുകളും കണ്ടാൽ മനസ്സിലാവും. അതിൽ ഈ മനസ്സിലാവാത്തത് ഇതൊക്കെയാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ മറക്കും, പിന്നെ അതുപോലെ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക. ഇപ്പോൾ എപ്പോഴും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സൺട്രി ഡെപ്റ്റേഴ്സിന്ന് ബാഡ് ഡെപ്റ്റ് കുറച്ചാലാണ് ഇക്കൊല്ലത്തെ ഫൈനൽ സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടുക. അതിൻ്റെ മുകളിൽ വേണം എന്ത് കണ്ടുപിടിക്കാൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് 57,650 ഈ എക്സ്പെൻസുകളൊക്കെ കുറച്ചാൽ, ഇത് 9,000 പ്ലസ് 1,375 1,750, അതായത് 12,155 ആണ്. 57,650 മൈനസ് 12,155 ചെയ്താൽ വി വിൽ ഗെറ്റ് 45,495. അപ്പോൾ അതാണ് നെറ്റ് പ്രോഫിറ്റ്. കാരണം വേറെ ഇൻകം ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതായത് ഡബിൾ എൻട്രിയിൽ ബാലൻസ് ഷീറ്റിന് പകരം സിംഗിൾ എൻട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സാധനം, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഫോർ ദ ഇയർ എൻഡഡ് 31/12/2019. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫോർമാറ്റ് എന്താണ്, ലൈബിലിറ്റീസ്, അസറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കുക, നമ്മൾ പറഞ്ഞു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാണ്, ക്ലോസിങ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അതിനകത്തൊരു ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലും വി ഹാവ് ടു ഷോൺ ദ ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ എന്താണെന്ന് ചെയ്യുക, നമുക്കറിയാം നോർമലി എന്താണ്, ഒരു ബിസിനസ് ഫേം തുടങ്ങുമ്പോൾ എന്താണ്, കഴിഞ്ഞ കൊല്ലം ക്യാരി ചെയ്ത ക്യാപിറ്റലായിരിക്കും ആ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. എന്നിട്ട് ആ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഇക്കൊല്ലത്ത് ആഡ് ചെയ്യും. എന്നിട്ട് ഡ്രോയിങ്സ് കുറച്ചിട്ടാണ് നമ്മൾ
ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുക, ഫൈനൽ ക്യാപിറ്റൽ കാണിക്കുക. അതുപോലെ തന്നെയാണ് ഇതിലും കാണിക്കേണ്ടത് എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ലൈബിലിറ്റീസ് ഏതാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ആണുള്ളത് 12,000. നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ക്ലോസിംഗ് അസറ്റിൻ്റെയും ക്ലോസിംഗ് ലൈബിലിറ്റീസിൻ്റെയും വാല്യൂ ആണ് എടുക്കുക. സോ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇനി നമുക്കറിയാം ലൈബിലിറ്റീസ് വേറെ ഒന്നും തന്നിട്ടില്ല. സോ തന്നിട്ടില്ലെങ്കിലും ലൈബിലിറ്റി കോളത്തിൽ എഴുതേണ്ട ഒരു സാധനമാണ് എന്ത്, അക്കൊല്ലത്തെ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത്. അപ്പം അക്കൊല്ലത്തെ ക്യാപിറ്റൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, എന്താണ്, അക്കൊല്ലം തുടക്കത്തിൽ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, അക്കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഡ്രോയിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ കുറയ്ക്കും. അതാണ് എന്ത്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എഴുതുന്ന എന്ത്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എഴുതുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്, 1,53,200 ആണ്. 1,53,200. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇക്കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. ഇക്കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 45,495. അപ്പോൾ 45,495 എന്താണ്, ആഡ് ചെയ്യും. അപ്പോൾ 1,98,695 കിട്ടും. അതും നമ്മൾ എന്ത് ചെയ്യും, ഡ്രോയിങ്സ് കുറയ്ക്കും. നമ്മൾ പറഞ്ഞു 2,000 വെച്ച് എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നുണ്ട്. സോ 2,000 × 12 എത്രയാണ്, 24,000 ആണ് ഡ്രോയിങ്സ്. അപ്പോൾ 1,98,695 മൈനസ് 24,000 എത്രയാണ്, 1,74,695. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ വരുന്ന ക്യാപിറ്റൽ. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ക്യാപിറ്റലിൻ്റെ ഫിഗർ കാണിക്കാൻ മറക്കരുത്. അത് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് അതിന്ന് ഡ്രോയിങ്സ് കുറച്ച എമൗണ്ട് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈബിലിറ്റി സൈഡായി. ഇനി എന്താണ്, അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ എന്തൊക്കെയാണുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു, അസറ്റ്സ് നമ്മളെന്താണ്, ക്ലോസിങ്സ് അസറ്റ്സിൻ്റെ വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് 850, ക്യാഷ് അറ്റ് ബാങ്ക് 300, സ്റ്റോക്ക് ഇൻ ട്രേഡ് 30,000. ഇതുവരെ എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തെഴുതുക. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് 40,000. അതങ്ങനെ എടുത്തെഴുതാൻ പറ്റുമോ, ഇല്ല. ബിക്കോസ് അവിടെ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ഉണ്ട്. അപ്പോൾ എന്താണ്, സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 ആണ് തന്നിരിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, 1,000 രൂപ ബാഡ് ഡെപ്റ്റ് ആണ് എന്ന്. അപ്പോൾ ലെസ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര ചെയ്താൽ 1,000. അപ്പോൾ 39,000 കഴിഞ്ഞോ, ഇല്ല. വി ആർ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അതായത് 2% ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യണം, ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. 39,000 × 2/100 780 ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. സോ 39,000 മൈനസ് 750, അപ്പോൾ 38,220 ആണ് എന്ത്, സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ. സോ സൺട്രി ഡെപ്റ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ വാല്യൂ ആണ് എടുക്കുക എന്ന്. പക്ഷെ അതിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം. അതായത് ആ ഇൻഫോർമേഷൻ തന്നിട്ട് അടിയിൽ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സൺട്രി ഡെപ്റ്റേഴ്സിലും പ്ലാന്റ് ആൻഡ് മിഷനറി പോലെയുള്ള അസറ്റ്സിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. സൺട്രി ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ആ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂന്ന് വി ഹാവ് ടു ഡിഡക്ട് ദ ബാഡ് ഡെപ്റ്റ്സ് ഇഫ് any, and from that we have to calculate provision for bad debt. Sundry debtors-ന്റെ മുകളിലല്ല provision for bad debt കാണേണ്ടത്, ഡെപ്റ്റേഴ്സിന്ന് ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കണ്ടുപിടിയാണെങ്കിൽ 40,000 1,000 ബാഡ് ഡെപ്റ്റ് കുറച്ച് 39,000 മുകളിലാണ് 2% കാണുന്നത്. അപ്പോൾ 780. അപ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 38,220. ഇനി അടുത്ത അസറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്,
നോക്കി നോക്കുക ക്വസ്റ്റ്യനിൽ 1 lakh ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 25,000. വി നോ ഇറ്റ് ഹാസ് ഡിപ്രീസിയേഷൻ. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 1 lakh ആണ്. ലെസ് ഡിപ്രീസിയേഷൻ എത്രയാണ്? നമ്മൾ പറഞ്ഞു ആവറേജ് ബേസിസ്, ആവറേജ് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 9,000, അതായത് 90,000 ഇൻറ്റു 10/100. അപ്പോൾ 1 lakh മൈനസ് 9,000 എത്രയാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 91,000. ഇനി വരുന്നത് എന്താണ്? ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആണ്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ വാല്യൂ, ക്ലോസിംഗ് വാല്യൂ 25,000 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഓൾറെഡി ആവറേജ് വാല്യൂവിൻ്റെ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 27,500ൻ്റെ 5% എത്രയാണ്? 1,375. ഡിപ്രീസിയേഷൻ കുറച്ചാൽ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ വാല്യൂ 23,625 വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. 850 പ്ലസ് 3,000 പ്ലസ് 30,000 പ്ലസ് 38,220 പ്ലസ് 91,000 പ്ലസ് 23,625. So we will get 1,86,695. രണ്ട് സൈഡിലും അതുതന്നെയാണ് ബാലൻസ് കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്തത്. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തരാത്ത കാരണം വി വിൽ പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs ആൻഡ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs by and then after that we will prepare statement of profit and loss account, and after that the final statement of FIOs. So final statement of FIOs എപ്പോഴും ക്ലോസിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂ ആണ് എടുക്കുക. ആ വാല്യൂവിൽ വി ഹാവ് ടു മേക്ക് ദ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൺഡ്രി ഡെപ്റ്റേഴ്സിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ബാഡ് ഡെപ്റ്റിൻ്റെയും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിൻ്റെയും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കാണേണ്ടത് ഡെപ്റ്റേഴ്സ് മൈനസ് ബാഡ് ഡെപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഫിഗറിൻ്റെ മുകളിലാണ്. പിന്നെ ഡിപ്രീസിയേഷൻ ക്ലോസിംഗ് അസറ്റ്സിൻ്റെ വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക, അപ്പോഴാണ് കിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ താങ്ക് യു.